എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഏത് സമയത്തും നമുക്ക് തീരുന്നതാണ്. ഇന്ന സമയത്ത് ഞാൻ നിന്റെ മുമ്പിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടല്ലല്ലോ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മിലേക്ക് കടന്നു വരുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും അസ്റായീൽ കടന്നു വരാം. പടച്ചവനെ, നമ്മളെല്ലാവരും അഹങ്കാരത്തോടെ പടച്ചവനെ അല്ലാഹനെ മറന്നുകൊണ്ട് പടച്ചവനെ ദുനിയാവിന്റെ സംവിധാനങ്ങൾ മുഴുവനും തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ആഡംബരത്തിന്റെ പറുദീസുകൾക്ക് മുകളിലൂടെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീയൊക്കെ ആഗ്രഹിക്കുന്നത് പണത്തിനാണല്ലോ, നല്ല വാഹനം വേണമെന്നാണല്ലോ. അതാ പടച്ചവനെ, എന്നിട്ടത് സമൂഹ മാധ്യമങ്ങളിൽ പല ഹീറോയായിട്ട് പ്രചരിപ്പിക്കാൻ അതാ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരായ മക്കളൊക്കെ ഇന്ന് ഒരുങ്ങുകയാണ്. അവർക്കതാ വേണ്ടത് പണം അവിടെ കയ്യിലേക്ക് വേണം, നല്ല വാഹനം വേണം. പടച്ചവനെ, എല്ലാ സംവിധാനങ്ങളും അവർക്ക് അനുകൂലമാകണം. എന്നിട്ട് വലിയ ഹീറോ ആയിട്ട് സിനിമയിലൊക്കെ കാണുന്നത് പോലെ അവരുടെ ജീവിതത്തിലേക്ക് അവർ ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഏറ്റവും വലിയ ഗുണ്ടയുടെ തലവനായി മാറാനാ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ചുറ്റും നിൽക്കണല്ലോ, എന്നിട്ട് അവരുടെ ഇങ്ങനെ വലിയ നേതാവായിട്ട് അവർക്ക് മാറണല്ലോ. ഇങ്ങനെയാ നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് അതുപോലെ പടച്ചവനെ റീൽസ് എടുത്തിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ സ്റ്റാറ്റസ് ഇടുകയാണ്, അതിങ്ങനെ സ്റ്റോറി ഇടുകയാണ്. എന്നിട്ട് അതിലൊക്കെ അഭിമാനം കൊള്ളുന്ന, ലൈക്ക് മേടിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, സാഹചര്യങ്ങളിലേക്ക് പടച്ചവനെ ഇന്നിതാ നമ്മളും നമ്മുടെ സമൂഹവും മാറുമ്പോ മോനെ, നിന്റെ മുമ്പിലേക്ക് ഒരാൾ വരും കേട്ടോ. ആരെന്നറിയോ? മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ അസ്റായീൽ അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പിന്നെ രക്ഷയുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പിന്നെ നമുക്ക് പരാജയമാണല്ലോ. ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോ പടച്ചവനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്റെ മക്കളെ കെട്ടിക്കാനുണ്ട്, വീട് വെക്കാനുണ്ട്, എനിക്ക് നിസ്കാരം വീട്ടാനുണ്ട്, നോമ്പ് വീട്ടാനുണ്ട് എന്ന് അസ്റായീലിനോട് പറഞ്ഞിട്ടെന്താ കാര്യമുള്ളത്? അവിടെ അസ്റായീൽ കേൾക്കില്ലല്ലോ. അല്ലാഹു തആല നമുക്ക് സമയം അവിടെ നിന്ന് നീക്കി തരൂല. അല്ലാഹു തആല സമയം പടച്ചവനെ ഒരിക്കലും നമുക്ക് അവിടെ നിന്ന് നീട്ടിത്തരില്ല. അതാ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ പടച്ചവനെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ ആഡംബരത്തോടെ സുഖമരമായി കഴിയുമ്പോ മോനെ, നീയൊന്ന് ഓർക്കേണ്ടതുണ്ട്, നീയൊന്ന് അറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റായീലിനെ നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു വിട്ടാ പിന്നെ കൊണ്ടുപോകുന്നത് നമ്മുടെ ജീവനുമായിട്ടാ. പിന്നെ അസ്റായീൽ തിരിഞ്ഞു പോകുന്നത് അങ്ങനെയാണല്ലോ. എന്നാ അസ്റായീൽ റൂഹിനെ പിടിച്ച പടച്ചവനെ ശരീരം മുഴുവനും തളർന്നടാ. അല്ലാ, നമ്മളിങ്ങനെ കിടക്കുകയാ, വീട്ടിന്റെ മുമ്പിൽ അതാ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പടച്ചവനെ, വീടിന്റെ പുറകുഭാഗത്ത് ടാർപ്പ വലിച്ചു കെട്ടിയിട്ടുണ്ടോ? വീടിന്റെ മുമ്പിൽ കസേരകൾ നിരത്തിയിട്ടുണ്ട്. അതാ നിന്റെ വീടിന്റെ മുമ്പിൽ പന്തലിട്ടിട്ട് പോലും ആളുകളെ കോലാഹലങ്ങളില്ല, എല്ലാവരും മൗനമാണ്. സന്തോഷം പറച്ചിലില്ല, സമാധാനം പറച്ചിലില്ല. പടച്ചവനെ, എല്ലാവരും മൗനമായി നിൽക്കുകയാ. അതാ വീടിന്റെ മുമ്പിലിട്ടിരിക്കുന്ന കസേരകളിൽ സങ്കടത്തോടെ ചില ആളുകൾ ഇരിക്കുന്നുണ്ട്. ചില ആളുകൾ പടച്ചവനെ ചുറ്റും ഇങ്ങനെ പലതും പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. ഭാര്യ കരയുകയാണ്, മക്കള് കരയുകയാണ്, ഉമ്മയും ബാപ്പയും തളർന്നിരിക്കുകയാ. എത്ര അഹങ്കരിച്ചു കൊണ്ട് നടന്നവനാ, ദുനിയാവിന്റെ ആഡംബരങ്ങൾ പടച്ചവനെ തന്റെ ജീവിതത്തിലോട്ട് ചേർത്ത് വെച്ചുകൊണ്ട് നടന്നവനല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം പിടിച്ചപ്പോ
മോനെ എവിടെയാ ആഡംബരങ്ങള്? നിന്റെ കൂടെ ഉണ്ടായിരുന്നവിടെ നിന്റെ റീൽസ് എടുക്കാനും നിന്റെ ജീവിതത്തിൽ നിന്റെ എല്ലാ സന്തോഷങ്ങൾക്കും കൂട്ടുനിന്നവരെവിടെ? ദുനിയാവിന്റെ ആഡംബരങ്ങൾക്ക് കൂട്ടുനിന്നവരെവിടെ? അവരൊക്കെ മോനെ നിന്റെ ചുറ്റുമുണ്ടടോ. അവരും കരയുന്നുണ്ടടാ, അവരും കരയുന്നുണ്ടടാ. പടച്ചവനെ, അവരൊക്കെ ചില ആളുകൾ പല ജോലികളിലാ. നിന്റെ മയ്യത്ത് പോലും ചിലപ്പോ കാണാൻ അവരാരും വരുന്നില്ല. അതാ ദുനിയാവിന്റെ കൂട്ടുകാര്, അതാണടാ ദുനിയാവിന്റെ കൂട്ടുകാര്. നമ്മൾ എങ്ങനത്തെ കൂട്ടുകാരെയാ ഉണ്ടാക്കേണ്ടതെന്നറിയോ മോനെ? നിന്റെ ജീവിതത്തിൽ ഏത് സമയത്തും നിന്റെ വിശേഷം എന്തെന്ന് ചോദിക്കുന്ന ഒരു കൂട്ടുകാരന്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടുകാരന്, മരിച്ചാലും നിന്റെ ഖബറിന്റെ ചാരത്ത് വന്നിട്ടോ നിനക്ക് വേണ്ടി യാസീൻ ഓതുന്ന ഒരു കൂട്ടുകാരന്, ഏത് സമയത്തും പടച്ചുറപ്പിന്റെ മുമ്പിൽ 5 വക്ത് നമസ്കാരം കൊണ്ട് റബ്ബേ നിന്നെ ഉപദേശിക്കുന്ന കൂട്ടുകാരനുണ്ടോ മോനെ? നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടുകാരനുണ്ടോ? അങ്ങനത്തെ കൂട്ടുകാരൻ നീ ഒരുക്കി വെക്ക്. അവൻ വരുവടാ, നീ മരിച്ചെന്നറിഞ്ഞ നിന്നെ ഖബറിലേക്ക് വെക്കുന്നുണ്ടെന്നറിഞ്ഞ അവൻ വരുമല്ലോ. പടച്ചവനെ, അങ്ങനത്തെ കൂട്ടുകാര് നമുക്കുണ്ടെങ്കിൽ ഉമ്മ നമ്മുടെ ഇരുലോകം വിജയമാ. നിന്നെ എടുത്തിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി വെച്ചാ ദുആ ചെയ്യുമടാ നിനക്ക് വേണ്ടിയിട്ടോ. പൊട്ടിക്കരഞ്ഞിട്ട് പാതിരാ സമയത്ത് പടച്ചവനെ, ഇന്ന് എന്റെ പൊന്നുമോന് അല്ലാഹുവേ, പടച്ചവനെ എന്റെ കൂട്ടുകാരൻ ആരടി മണ്ണിലാ അല്ലാ, അവന്റെ ഖബറിൽ നീ അവനെ തനിച്ച അല്ലാ, അവനൊറ്റക്കാക്കല്ല അല്ലാ എന്ന് പറഞ്ഞിട്ട് നിന്റെ ഖബറിന്റെ ചാരത്ത് വന്ന് പൊട്ടിക്കരയുന്ന കൂട്ടുകാരനുണ്ടോ മോനെ? അങ്ങനത്തെ സംവിധാനം കൂട്ടുകാരന് ഉണ്ടാക്ക്. അങ്ങനത്തെ ഒരാളെ നീ കൂട്ടുപിടിച്ചാ നിന്റെ ആഖിറവും ദുനിയാവും രക്ഷപ്പെട്ടടാ. നിന്റെ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് കരയുന്ന കൂട്ടുകാരനാവട്ടെ. അല്ലാഹുവേ, അങ്ങനത്തെ കൂട്ടുകാരൻ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളങ്ങ് മരിച്ചാൽ ദുനിയാവിന്റെ സുഖവും സൗകര്യങ്ങളും എല്ലാം നമ്മൾ കണ്ട് അതിന്റെ പിറകിലൂടെ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇന്ന് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ എടുത്തിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ കൂടെ ദുനിയാവിന്റെ മേഖലയിൽ കഴിഞ്ഞിരുന്ന ആളുകൾ, പല ആളുകളും അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അവരൊക്കെ ഇന്ന് പല ജോലികളിലാ, പല ഡ്യൂട്ടികളിലാ, പല സംവിധാനങ്ങളിലായിട്ട് മാറി നിൽക്കും. അവരൊന്നും വരുമെന്ന് എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ വിചാരിക്കണ്ട. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ വിചാരിക്കും എന്റെ കൂട്ടുകാരൻ എന്റെ കൂടെ ഉണ്ടാകുന്നു. വിചാരിക്കണ്ട എന്റെ പ്രിയമുള്ളവരെ. എന്നാ നീ ഉണ്ടാക്കണം നിന്റെ ജീവിതത്തിൽ നിനക്ക് നിസ്കാരം കൊണ്ട് ഉപദേശിക്കുന്ന ഒരു കൂട്ടുകാരൻ. മോനെ, നീ നന്മ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നല്ലത് കൊണ്ട് നിന്നെ ഉപദേശിക്കുന്ന നന്മയുടെ പക്ഷം പറഞ്ഞു തരുന്ന കൂട്ടുകാരൻ. അങ്ങനത്തെ കൂട്ടുകാരൻ നിനക്കുണ്ടെങ്കിൽ അവൻ വരും നീ മരിച്ചെന്ന് പറഞ്ഞാൽ. അവൻ വരും നിന്റെ ഖബറിന്റെ ചാരത്ത്. ആര് പോയാലും ഖബറിന്റെ ചാരത്ത് അവന് പോരൂലടാ. എന്തേ? നിനക്ക് വേണ്ടി നന്മകൾ ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കും അവൻ. നിനക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് ആ ഖബറിന്റെ ചാരത്ത് അവനുണ്ടാകും. മനസ്സിലായോ? അല്ലാഹു അങ്ങനത്തെ കൂട്ടുകാരൻ നമുക്ക് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് മരിച്ചു കിടക്കുന്ന നമ്മൾ എല്ലാവരും ചുറ്റും നിൽക്കുന്നുണ്ട്. അവരെ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, കൈയൊന്ന് ചലിപ്പിക്കാൻ നമുക്ക് കഴിയോ? നമ്മുടെ ശരീരം ഒന്ന് പൊന്തിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. പക്ഷെ നമുക്ക് കഴിയോ? ഒന്നിനും കഴിയാത്ത സമയമാ മരണമെന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ പരാജയപ്പെട്ടാൽ എന്റെ പ്രിയമുള്ളവരെ, ആ സമയത്തും നമ്മൾ പരാജയപ്പെട്ടാൽ ജീവിതം മുഴുവനും എന്റെ പ്രിയമുള്ളവരെ തീർന്നു. അല്ലാഹുവേ, ആ സമയത്ത് നമുക്ക് വിജയിക്കണം. അതിനു വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പടച്ചവനെ, അതാ തന്റെ ഉമ്മയുടെ മുമ്പിൽ, വാപ്പയുടെ മുമ്പിൽ, ഭാര്യയുടെ മുമ്പിൽ, കൂട്ടുകാരുടെ കൂടപ്പിറപ്പുകളുടെ മക്കളുടെ മുമ്പിൽ അതാ മരണപ്പെട്ടുകൊണ്ട് കിടക്കുന്ന നമ്മളുണ്ടല്ലോ.
അല്ലാഹുവേ നമ്മൾ വിചാരിക്കുകയാണ്, പടച്ചവനെ എനിക്കൊന്ന് എണീക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എന്റെ കൈയൊന്ന് ചലിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലാഹുവേ എനിക്ക് എന്റെ ഭാര്യയോടൊന്ന് സമാധാനിപ്പിക്കാമായിരുന്നു. എന്റെ കൂടെ സന്തോഷത്തോടെ ആഡംബരത്തോടെ സന്തോഷത്തോടെ ആനന്ദത്തോടെ കടന്നു വന്നവളാണല്ലോ, ഒരുപാട് പ്രതീക്ഷകളുമായി കടന്നു വന്നവളാ, അവളെ എനിക്കൊന്ന് സന്തോഷിപ്പിക്കാമായിരുന്നല്ലോ. പടച്ചവനെ നമ്മുടെ കൈയൊന്ന് ചലിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഉപ്പായൊന്ന് എണീക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ അലമുറയിട്ട് കരയുമ്പോ നമ്മുടെ മക്കളുടെ പടച്ചവനെ ചാരത്തിരുന്നിട്ട് മക്കളെ കരയല്ലേ എന്ന് പറയാൻ താല്പര്യമുണ്ട്. പക്ഷേ കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ. നമ്മുടെ ശരീരം മുഴുവനും ആരോ പിടിച്ചു വെച്ചതുപോലെ എല്ലാം കാണുന്നുണ്ടെല്ലാം കേൾക്കുന്നുണ്ട്. എന്നിട്ട് പോലും പടച്ചവൻ അതിനൊന്നും കഴിയാതെ നമ്മുടെ ശരീരം ഇങ്ങനെ നിൽക്കുകയോ. എന്റെ പ്രിയമുള്ളവരെ, അതാ നമ്മുടെ മരണമെന്ന് പറയുന്നത് എല്ലാം അറിയുന്നുണ്ടോ. പോകുന്നവരെയും വരുന്നവരെയും എല്ലാവരെയും അറിയുന്നുണ്ടോ. പക്ഷെ ആരോടും വന്നിട്ട് സലാം പറയാൻ, അവിടെ കൈയൊന്ന് പിടിക്കാൻ, അവരോട് കരയല്ലേ എന്ന് പറയാൻ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ എന്ന് പറയാൻ, എനിക്ക് വേണ്ടി നന്മകൾ ചെയ്യണേ ദുആ ചെയ്യണേ എന്ന് പറയാൻ എന്റെ പ്രിയമുള്ളവരെ നമ്മളെ കൊണ്ട് ചലിക്കുന്നില്ലല്ലോ, നമ്മളെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. അല്ലാഹുവേ, വല്ലാത്ത അവസ്ഥയാ വാപ്പാ. മരണമെന്ന് പറഞ്ഞാൽ ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, എന്നെ കേൾക്കുന്ന എല്ലാവരും മരണപ്പെടുമല്ലോ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണമെന്ന് പറയുന്നത് എല്ലാ ശരീരം രുചിച്ചറിയുന്നതാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വെറുതെയാണോ? വിശുദ്ധ ഖുർആൻ അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നത് വെറുതെയാണോ? പടച്ചവനെ, ആ മരണമെന്ന് പറയുന്ന സത്യം നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ മൂക്കിന്റെ ദ്വാരം പഞ്ഞിക്കൊണ്ടടക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മൂക്കിന്റെ ദ്വാരം പഞ്ഞുകൊണ്ടടച്ചോ, ശരീരത്തിന്റെ ദ്വാരങ്ങൾ മുഴുവനും പഞ്ഞുകൊണ്ടടക്കുകയാ. എന്നിട്ട് പടച്ചവനെ ആരോ വിളിച്ചു പറയുകയാ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. ഇനി ആരെങ്കിലും കാണാനുണ്ടോ? കാണാനുള്ളവർ മുഴുവനും കണ്ടോ? ഇതാ നമ്മുടെ മയ്യത്തെടുത്തിട്ട് ഈ മയ്യത്തെടുത്തിട്ട് പടച്ചവനെ കൊണ്ടുപോവുകയാണ് എന്നതാരോ വിളിച്ചു പറയുകയാ. അതാ നമ്മൾ ഇങ്ങനെ കിടക്കുമ്പോ നമ്മെ എടുത്തിട്ട് കട്ടിലിലേക്ക് വെക്കുകയാണ്. പടച്ചനെ പുഴക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ. പുരക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. ആ മയ്യത്ത് കട്ടിൽ ഓരോരുത്തരും എടുത്തിട്ട് പടച്ചവനെ അതിന്റെ ഓരോ ഭാഗത്ത് പിടിച്ചുകൊണ്ട് തോളിലേക്ക് വെക്കുകയാ. ഉസ്താദ് വന്നിട്ട് ദുആ ചെയ്തിട്ട് മയ്യത്തെടുക്കുകയാണ്. മയ്യത്ത് തഹ്ലീൽ ചൊല്ലിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് അതാ തന്റെ മഹല്ലത്തിലെ പള്ളിക്കാട്ടിലേക്ക് നീങ്ങുകയാണ്. ആ സമയത്ത് ഭാര്യ കരയുകയാ, മക്കള് കരയുകയാണ്, വാപ്പയും ഉമ്മയും പൊട്ടിക്കരയുകയാണ്. പടച്ചവനെ കരയണ്ട എന്ന് എല്ലാവരും പറയുന്നുണ്ട്. മയ്യത്തായി കിടക്കുന്ന നമുക്കും പറയാൻ താല്പര്യമുണ്ട്. പക്ഷേ കഴിയുമോ? ഒരിക്കലും കഴിയില്ലല്ലോ. അതാ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചോ, ഖബറിന്റെ ഉള്ളറയിലേക്ക് എല്ലാവരും എടുത്തിട്ട് മയ്യത്ത് വെക്കുകയാണ്, പലകയിട്ട് മൂടുകയാണ്. പടച്ചവനെ എല്ലാവരും ചുറ്റും നിൽക്കുകയാ. ആ പള്ളിയിലെ ഖതീബ് ഉസ്താദ് കടന്നു വന്നിട്ട് അവിടുന്ന് ഫാത്തിഹ വിളിച്ചിട്ട് ദുആ ചെയ്യുകയോ, അവിടുന്ന് തൽഖീൻ ചൊല്ലിത്തരുകയോ, എല്ലാം ചൊല്ലി ദുആ ചെയ്തിട്ട് എല്ലാവരും പിരിഞ്ഞ ആ ഖബറിന്റെ ഉള്ളിൽ പിന്നെ ആരാ? ഞാനും നിങ്ങളും ദുനിയാവിൽ നിന്ന് ചെയ്തു കൂട്ടിയ നന്മകളുണ്ടല്ലോ, ഉമ്മ നന്മകൾ മാത്രമാ ഖബറിന്റെ ഉള്ളറയിലുള്ളത്.
പിന്നെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ എല്ലാം നടത്തിയതിന്റെ ശിക്ഷയുണ്ട്, ചോദ്യങ്ങളുണ്ട്. പടച്ചവനെ, മലക്കുകളുടെ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം കഴിയണ്ടേ? ഖബർ നിനക്ക് സ്വർഗമാക്കണ്ടേ? ജീവിതത്തിൽ അല്ലാഹു തആല വലിയ സൗഭാഗ്യങ്ങൾ തരണ്ടേ? ദുനിയാവിൽ ജീവിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാ പടച്ചവനെ, നമ്മളെല്ലാവരും പറയുന്നത് പടച്ച റബ്ബിന്റെ സ്വർഗത്തിനെന്നാ. ആ സ്വർഗത്തിന്റെ ഉള്ളറയിലേക്ക് ആരെങ്കിലും കടന്നാ പിന്നെ ദുനിയാവിലേക്ക് കടന്നു വരാൻ ആർക്കാ താല്പര്യമുള്ളത്? ആരാ താല്പര്യപ്പെടുന്നത്? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വല്ലാത്ത ബന്ധമായിരുന്നു. രണ്ടുപേരും വല്ലാത്ത കൂട്ടുകാരായിരുന്നു. പടച്ചവനെ, ഇദ്രീസ് നബി ഒരിക്കൽ അസ്റായീലിനോട് പറയുന്നു, അസ്റായീൽ, എനിക്കൊന്ന് മരണത്തിന്റെ വേദന അറിയണം അസ്റായീൽ, എനിക്ക് മരണത്തിന്റെ വേദന അറിയണം അസ്റായീൽ, എന്നെ ഒന്ന് മരിപ്പിക്കുമോ? അതാ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചവനോട് സമ്മതം ചോദിക്കുകയാ. പടച്ച തമ്പുരാൻ അവിടുന്ന് അനുവാദം കൊടുത്തു, അവിടുന്ന് മരിപ്പിച്ചു. അതിന്റെ ഉടനെ തന്നെ ജീവനും കൊടുക്കുകയാ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് വീണ്ടും ചോദിക്കുന്നു, അസ്റായീലേ, എന്റെ ജീവിതത്തിൽ എനിക്കൊന്ന് നരകമൊന്ന് കാണിച്ചു തരുമോ? എനിക്ക് നരകമൊന്ന് കാണിച്ചു തരുമോ? നരകത്തിന്റെ അദാബുകൾ, നരകത്തിന്റെ അട്ടഹാസങ്ങൾ, നരകത്തിന്റെ എല്ലാ വേദനകളെ കുറിച്ചും അതാ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ ഇദ്രീസ് നബിക്ക് കാണിച്ചു കൊടുത്തു. പടച്ചവനെ, ഇദ്രീസ് നബി അത്ഭുതപ്പെടുകയാ, പേടിച്ചു പോവുകയാ. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുന്നു, അസ്റായീൽ, വല്ലാത്ത വേദനയാണല്ലോ, വല്ലാത്ത പ്രയാസമാണല്ലോ, വല്ലാതെ പേടിപ്പെടുത്തുന്ന കാര്യമാ നരകമെന്ന് പറയുന്നത്. അതാ പടച്ചവനെ, ദിവസങ്ങൾ കടന്നു പോവുകയാണ്. വീണ്ടും അവിടുന്ന് ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, അസ്റായീൽ, എനിക്കതാ സ്വർഗം കാണണം അസ്റായീൽ. അതാ സ്വർഗത്തിന്റെ സംവിധാനങ്ങളോ, സ്വർഗത്തിന്റെ ആഡംബരങ്ങളോ, സ്വർഗത്തിന്റെ എല്ലാ പടച്ചുറപ്പിന്റെ അനുമതിയോടുകൂടെ കാണാൻ കൊടുത്തു. അതാ രണ്ടുപേരും കടന്നു പോവുകയാണ്, സ്വർഗത്തിന്റെ ഉള്ളറയിലേക്ക് കടന്നു പോവുകയാ. പടച്ചവനെ, അതാ അസ്റായീൽ പറയുന്നു, നബിയേ, എനിക്ക് ചില അതിർവരമ്പുകളുണ്ട്, എനിക്ക് ചില അതിർവരമ്പുകളുണ്ട്. അതിന്റെ അടുത്തേ എനിക്ക് വരാൻ പറ്റുകയുള്ളൂ, അതിന്റെ അപ്പുറം എനിക്ക് കടക്കാൻ കഴിയില്ല. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഇദ്രീസ് നബിയും വല്ലാത്ത കൂട്ടുകാരായിരുന്നു. രണ്ടുപേരും അവിടെ നിന്ന് വല്ലാത്ത ചങ്ങാതിമാരാ. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എനിക്കൊന്ന് മരിക്കണം, എന്നിട്ട് എനിക്കൊന്ന് ജീവിക്കണം, ആ ഒരു മരണത്തിന്റെ വേദന എനിക്കറിയണം. രണ്ടാമത് പറഞ്ഞു, എനിക്ക് നരകം ഒന്ന് കാണണം, നരകവും കാണിച്ചു കൊടുത്തു, മരിപ്പിച്ചും കൊടുത്തു. മൂന്നാമത് പിന്നെ ഒരു ദിവസം പറഞ്ഞു, എനിക്ക് സ്വർഗം കാണണം. അങ്ങനെ സ്വർഗത്തിന്റെ സംവിധാനങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും കാണാൻ വേണ്ടി അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ഇദ്രീസ് നബി അലൈഹിസ്സലാം പുറപ്പെട്ടു. അന്നത്തെ ദിവസം അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു, എനിക്കൊരു അതിർവരമ്പുണ്ട്, ഇതിന്റെ അപ്പുറം എനിക്ക് വരാൻ പറ്റില്ല, നിങ്ങൾ പോയിക്കൊള്ളൂ. അങ്ങനെ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം, എന്റെ പ്രിയമുള്ളവരുടെ നിന്ന് ഇദ്രീസ് നബി പോയി. അങ്ങനെ സ്വർഗത്തിന്റെ ഉള്ളറയിലെത്തി. സ്വർഗത്തിന്റെ ഉള്ളറയിൽ നോക്കുമ്പോൾ പിന്നീട് ഇദ്രീസ് നബിയെ പുറത്തേക്ക് വരുന്നില്ല. ഇന്ന സമയത്തിനുള്ളിൽ വരാൻ വേണ്ടി നിശ്ചയിച്ചു, കാണുന്നില്ല. പെട്ടെന്ന് കാണാതായപ്പോ അസ്റായീൽ വിളിക്കാ, എവിടെയാണ്? അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചപ്പോ ഒരു മരത്തിന്റെ കൊമ്പ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇനി ഞാൻ വരില്ല. എന്റെ പ്രിയമുള്ളവരെ, ആ സ്വർഗത്തിന്റെ ഉള്ളറയിൽ ഇദ്രീസ് നബി അലൈഹിസ്സലാം നിന്നു. അല്ലാഹു തആല രണ്ടുപേരും തർക്കമായി. നീ വാ എന്ന് പറയുന്നു അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഇദ്രീസ് നബി ഞാൻ വരില്ല എന്ന്. അങ്ങനെ രണ്ടുപേരും തർക്കമായി. എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിന്റെ അനുഭൂതി കണ്ടാ പിന്നെ അങ്ങനെയാ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ലല്ലോ. ആ സ്വർഗം എന്റെ പ്രിയമുള്ളവരെ നമുക്കൊക്കെ ആഗ്രഹം അല്ലേ? അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഈ കഥ വളരെ മനോഹരമായിട്ട് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്.
അസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് ഈ തർക്കമായപ്പോൾ അല്ലാഹു തആല വേറെ മലക്കിനെ വിട്ട് രണ്ടുപേർക്കും ഇടയിൽ തർക്കം പരിഹരിക്കാൻ ആ മലക്കിനോട് സംസാരിച്ചു. അവസാനം അല്ലാഹു തആല പറഞ്ഞു, ഏതായാലും അവിടെ നിന്നോട്ടെ. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കാരണം പറയാ. എന്താ കാരണം? സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള, ഇനി ആ സ്വർഗത്തിൽ നിന്ന് പുറത്തു വരില്ല എന്ന് പറയാനുള്ള കാരണം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എല്ലാവരും മരിക്കും, ഞാൻ മരിച്ചു, ആ വേദനയൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. 2 നരകം കാണും, അതും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. 3 സ്വർഗത്തിന്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ പുറത്തേക്ക് വരില്ല. ഒരാള് സ്വർഗത്തിന്റെ ഉള്ളറയിൽ കടന്നാൽ പിന്നെ പുറം ലോകം കാണില്ല, പുറത്തേക്ക് പോകില്ല എന്നാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഈ സ്വർഗത്തിൽ നിന്ന് ഞാൻ പുറത്തു കടക്കില്ലെന്നോ എന്റെ പ്രിയമുള്ളവരെ അസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. അതാ അവിടുന്ന് പടച്ചവനെ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ സ്വർഗത്തിൽ നിന്നും ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണെന്നോ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാ പറഞ്ഞത് സ്വർഗത്തിന്റെ അനുഭൂതികൾ അങ്ങനെയാ. ആ സ്വർഗം നിനക്കും എനിക്കും വെറുതെ ലഭിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ സ്വർഗം അല്ലാഹു തആല വെറുതെ തരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ സ്വർഗത്തിന്റെ ഉള്ളറയിലേക്ക് നമുക്കൊക്കെ എത്തണമെങ്കിലോ എന്റെ പ്രിയമുള്ളവരെ ഹറാമിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മൾ നിൽക്കണമല്ലോ. ഒന്നാമതായിട്ട് നമുക്ക് വേണ്ട കാര്യം അതാണ്. ഹറാം കാണാതെ, ഹറാം കേൾക്കാതെ, ഹറാം എന്ന് പറയുന്ന പടച്ചവനെ ഏറ്റവും വലിയ മാരകമായി നമ്മുടെ ജീവിതത്തെ പരാജയപ്പെടുത്തുന്ന വിഷമുണ്ടല്ലോ. അതിൽ നിന്ന് എല്ലാം നമ്മുടെ നോട്ടം കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാൻ നമ്മൾ വിചാരിക്കണല്ലോ, നമ്മുടെ മനസ്സ് കാണിക്കണല്ലോ. അല്ലെങ്കിൽ ഒരിക്കലും തന്നെ പടച്ചവനെ നമുക്ക് വിജയിക്കാൻ കഴിയില്ലടോ. അള്ളാന്റെ പരിശുദ്ധമായ പരമോന്നമായ പാലരുവികളെ കൊണ്ട്, തേനരുവികളെ കൊണ്ട് പടച്ചവനെ നമുക്ക് വേണ്ടിയിട്ട് അല്ലാഹു തആല സംവിധാനിച്ച അല്ലാഹുവേ അരുവികളുള്ള പരിശുദ്ധമായ പടച്ചുറപ്പിന്റെ സ്വർഗ്ഗലോകമുണ്ടല്ലോ. ആ സ്വർഗ്ഗലോകം എനിക്കും നിങ്ങൾക്കും ലഭിക്കണമെങ്കിലോ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറിക്കൊണ്ടുള്ള ജീവിതമാ എനിക്കും നിങ്ങൾക്കും വേണ്ടതോ. ആ ജീവിതം നമുക്ക് എന്ന് ലഭിക്കുന്നുവോ? ആരാധിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നത് അവനിക്ക് നാളെ പടച്ച തമ്പുരാൻ നാളെ വിജയം നൽകുന്നതാ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യൂസുഫ് നബിക്ക് വല്ലാത്ത സൗന്ദര്യമായിരുന്നല്ലോ. ഹറാം കണ്ണുകൊണ്ട് കാണാൻ നിൽക്കുമ്പോ, ഹറാം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ, ഹറാമിന്റെ വഴികൾ പടച്ചവനെ നമ്മുടെ മുമ്പിലേക്ക് വന്ന, ഹറാമിലേക്ക് ആരെങ്കിലും ക്ഷണിച്ച, വ്യഭിചാരത്തിന് ഏതെങ്കിലും ഒരു പെണ്ണ് വന്നിട്ട് വിളിച്ച, പടച്ചവനെ വ്യഭിചാരത്തിന് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ നിന്നെ ക്ഷണിച്ച, അല്ലാഹുവേ കള്ള് കുടിക്കാൻ, കഞ്ചാവടിക്കാൻ, പടച്ചു തമ്പുരാന് ദീനിൽ പടച്ചവനെ വിലക്കപ്പെട്ട കാര്യങ്ങൾക്ക്, ഹറാമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ആരെങ്കിലും അവിടുന്ന് വിലക്ക് കാണിച്ചോ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മോനെ അവിടുന്ന് വിലക്ക് കാണിക്ക്, അവിടുന്ന് വിലക്ക് കാണിക്ക്, നിനക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗം ലഭിക്കുന്നതാ. വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട ഒരു പെണ്ണ് അതാ പടച്ചവനെ ഒരു മനുഷ്യന് അതാ മദീനയിലെ പള്ളിയിൽ നിന്ന് ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് കടന്നു പോവുകയാണ്. അല്ലാഹ് ആ മനുഷ്യന്റെ മുമ്പിലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നിട്ട് പറയുന്നു, ചെറുപ്പക്കാരാ, നിന്നെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, നിന്നെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്, നീ എന്റെ കൂടെ വരുമോ? ഒരു ദിവസത്തേക്ക്, ഒരു രാത്രിയിലേക്ക് സുഖമെടുക്കാൻ നീ എനിക്കൊന്ന് നിന്ന് തരുമോ എന്ന് ചോദിക്കുമ്പോ പടച്ചവനെ ശരീരം തളർന്നിട്ട് വേദനിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് ബോധരഹിതനായി വീണ ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് ആ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാവിടുന്ന് പറയുന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ,
മോനെ നിനക്ക് അല്ലാഹു നൽകുന്നത് ഒരു സ്വർഗമല്ലടാ. നാളെ പടച്ച തമ്പുരാൻ നിനക്ക് റബ്ബിന്റെ സ്വർഗത്തിൽ 2 സ്വർഗമാ നൽകുന്നത്. 2 സ്വർഗം അല്ലാഹു തആല വാഗ്ദാനം ചെയ്തത് അത് ഹറാമിൽ നിന്ന് ജനിക്കപ്പെടുമ്പോ, ഹറാമിലേക്ക് നിന്നെ വിളിച്ചു കൊണ്ടുപോകുമ്പോ, ഹറാമിന്റെ സംവിധാനങ്ങളെ നീ ഇതിന്റെ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുമ്പോ, ഹൃദയത്തിനകത്താര് വിളിച്ചാലും എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ അല്ലാഹ് മതി, എനിക്കെന്റെ റബ്ബുണ്ട് എന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് പടച്ചവനെ നിൽക്കുന്നവരുണ്ടല്ലോ, അവർക്കാണെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വല്ലാത്ത സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്നല്ലോ. പടച്ചവനെ കാണാനയകാ, പടച്ചവനെ അന്നത്തെ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും യൂസഫിനെ ഒന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിരുന്നല്ലോ. യൂസഫിന്റെ സൗന്ദര്യം ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നല്ലോ. അതാ സുലൈഖ രാജകൊട്ടാരത്തിലെ പത്നിയാണ്, അതാ മന്ത്രിയുടെ ഭാര്യ സുലൈഖ. അവസാനം പടച്ചവനെ തന്റെ എല്ലാ പാറാവുകാരെയും വിളിച്ചിട്ട് തന്റെ തോയിമാരോട് അതാ അവിടുന്ന് പടച്ചവനെ സാക്ഷിയാക്കിക്കൊണ്ട് അവരെ അതാ തന്റെ റൂമിന്റെ ഉള്ളറയിലേക്ക് വിളിക്കുകയാ. ആ കൊട്ടാരത്തിന്റെ ഉള്ളറയിലേക്ക് കടന്നു പോകുമ്പോ പടച്ചവനെ ഒരുപാട് വാതിലുകളുണ്ട്. ഓരോ വാതിലുകൾ കടക്കുമ്പോഴും അതൊക്കെ ഇങ്ങനെ അടയുകയാണ്. അതെല്ലാം അടഞ്ഞവസാനം സുലൈഖയുടെ മുമ്പിലേക്ക് വന്നപ്പോ ചാരു കട്ടിലിൽ ചാരിയിരുന്നു കൊണ്ട് സുലൈഖ പറയുന്നു, യൂസുഫേ, നിന്നെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ, നീ എന്റെ ദേഹത്തേക്കൊന്ന് ചാഞ്ഞു കിടക്കുമോ എന്ന് ചോദിച്ചപ്പോ പടച്ചവനെ, ഹറാമിന്റെ ഏറ്റവും വലിയ മോശത്തരത്തിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുകയാ, ഹറാമിന്റെ കെണിയിൽ ഞാൻ പെട്ടു അല്ലാ എന്നവിടുന്ന് മനസ്സിലാക്കിയപ്പോ അല്ലാഹുവേ പടച്ചവനെ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാ, ഇന്നി അഖാഫുല്ലാഹ്. ആരും ഇത് കാണില്ല എന്ന് സുലൈഖ പറയുമ്പോ, നീ ഇവിടെ സേഫ്റ്റിയാണ്, നീ ഇവിടെ എല്ലാവരും സുരക്ഷിതരാണെന്ന് പറയുമ്പോ പടച്ചവനെ അവിടുന്ന് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഓർമ്മപ്പെടുത്തിയത് ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ എന്റെ പടച്ച തമ്പുരാനെ ഭയക്കുന്നു എന്നാണ്. നമ്മൾ തെറ്റിലേക്ക് ആരെങ്കിലും ക്ഷണിച്ചാൽ, നമ്മൾ തെറ്റിലേക്ക് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ചിന്ത പോയാൽ നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ടത് ഇന്നി അഖാഫുല്ലാഹ്. എന്താ വരണം? ഇന്നി അഖാഫുല്ലാഹ്, പടച്ചവനെ എല്ലാം നീ അറിയുമല്ല, ഞാൻ എന്റെ പടച്ച തമ്പുരാനെ ഭയപ്പെടുന്നു എന്ന് എന്റെ പ്രിയമുള്ളവരെ ക്ഷണിക്കപ്പെട്ടവരിലേക്ക് നമ്മൾക്ക് ബോധനം കൊടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവേ, നമുക്ക് ഇതിന്റെ തൗഫീഖ് തരണേ റബ്ബേ. ഇബ്ലീസിന്റെ കെണികളിൽ പെട്ടിട്ട് അല്ലാഹുവേ പടച്ചവനെ നീ ഞങ്ങളെ ഒരിക്കലും പരാജയപ്പെടുത്തല്ല അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകം ലഭിക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകം മേടിക്കാൻ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യേണ്ടത്, അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകം ഒരാൾക്ക് വേണോ? ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോ എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ നന്മകളും നമ്മൾ ചെയ്യുന്നത് അള്ളാന്റെ പരിശുദ്ധമായ സ്വർഗത്തിനാണല്ലോ. എന്നാ പടച്ച തമ്പുരാൻ ആ സ്വർഗം ലഭിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മോനെ, നീ യഥാർത്ഥ മുസ്ലിമാവണമല്ലോ. ആ മുസ്ലിമാവണമെങ്കിലോ, യഥാർത്ഥ മുസ്ലിമാണ് നീ എങ്കിലോ, നിന്റെ സ്വഭാവത്തിന്റെ ഉള്ളറയിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നിന്റെ കൈ കൊണ്ട് നിന്റെ നാക്ക് കൊണ്ട് ഒരാളും വേദനിക്കില്ല, നിനക്കതിനെ വേദനിപ്പിക്കാൻ കഴിയില്ല. അങ്ങനത്തുള്ള നിന്റെ മൈൻഡുണ്ട്, നിന്റെ സ്വഭാവമുണ്ടെങ്കിൽ നീ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുസ്ലിമാണെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മോനെ മറ്റൊരാളെ വേദനിപ്പിച്ച അത് കുറ്റം പറഞ്ഞിട്ടാകട്ടെ, ഗീബത്ത് പറഞ്ഞിട്ടാകട്ടെ, നമീമത്ത് പറയലാകട്ടെ, കളവ് പറയലാകട്ടെ, ഒരാളെ നിന്റെ നാക്ക് കൊണ്ട് നിന്റെ പ്രവർത്തനം കൊണ്ട് നീ വേദനിപ്പിച്ച അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എൻ്റെ പ്രിയമുള്ളവരെ, മൻ ഖാല ഫീ മുഅ്മിൻ മാ ലൈസ ഫീഹി അസ്കനഹു അസ്കനഹുല്ലാഹു റദഗതൽ ഖബാൽ. ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടല്ലോ, ആ മുഅ്മിനായ മനുഷ്യനെ പറ്റി ഒരാളില്ലാത്തത് പറഞ്ഞാൽ അവനിക്ക് റദഗത്തുൽ ഖബാലുണ്ട്, അവനിക്ക് റദഗത്തുൽ ഖബാലുണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ അല്ലാഹ് പഠിച്ചവനെ, ആ കൂട്ടത്തിൽ നിന്ന് സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്താ റദഗത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ, എന്താ റദഗത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ? അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഉസാറത്തു അഹ്ലിന്നാർ, നരകവാസികളായ ആളുകളുണ്ടല്ലോ, നരകവാസികളായ ആളുകളുണ്ടല്ലോ, പഠിച്ചവനെ, അവരുടെ 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 ശരീരത്തിൽ നിന്നും വരുന്ന ചീഞ്ചലവാ സ്വഹാബ, അവരുടെ ശരീരത്തിൽ നിന്ന് കടന്നു വരുന്ന ചീഞ്ചലമാ സ്വഹാബ, ഹത്താ യഖ്റുജ മിമ്മാ ഖാല, ആ മനുഷ്യനുണ്ടല്ലോ ദുനിയാവിൽ വെച്ചിട്ട് അവനെ പൊരുത്തപ്പെടിക്കാതെ, അവനിക്ക് പൊരുത്തം കൊടുക്കാത്ത കാലത്തോളം പടച്ചവനെ അവനാ വല്ലാത്തൊരു അദാബില്, ആ റദ്ഗത്തുൽ ഖബാലിൽ നിന്ന് അവന് കുടിപ്പിക്കുന്നതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പടച്ച തമ്പുരാന്റെ സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നിസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതുമെല്ലാം ആ പടച്ച തമ്പുരാന്റെ സ്വർഗത്തിനാണെന്ന് അത് അവിടുന്ന് പടച്ചവനെ മനസ്സുകൊണ്ട് വിചാരിച്ച് പറയുന്ന വാപ്പാ, നിങ്ങളൊന്ന് മനസ്സിലാക്ക്, ഏതെങ്കിലും സമയത്ത് ആരെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, ഞാനും നിങ്ങളും പറഞ്ഞിട്ടില്ലയോ? മറ്റുള്ളവരെ കുറിച്ച് ഒരുപാട് ഇല്ലതും ഇല്ലാത്തതും പറഞ്ഞിട്ടില്ലയോ? ഇതെല്ലാം പറഞ്ഞാൽ അവനിക്ക് വേദനിക്കുന്ന കാര്യമാണെങ്കിലോ, മോനെ അവനിക്ക് വേദനിക്കുന്ന കാര്യമാണെങ്കിലോ, അല്ലാഹു നിന്നെ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? പടച്ച തമ്പുരാൻ അല്ലാഹുവേ അവിടുന്ന് വല്ലാത്ത അദാബ് നിനക്ക് തരുവല്ലോ. നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനെ അവിടുന്ന് വലിയ അദാബാ നിനക്ക് അല്ലാഹു തആല നൽകുന്നത്. ആ അദാബിന്റെ ഉള്ളറയിൽ നീ പെട്ടാൽ നിനക്ക് എങ്ങനെയാ നിനക്ക് വിജയിക്കാൻ കഴിയുന്നത്? നിന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകളും ദുനിയാവിൽ വെച്ച് തന്നെ നിനക്ക് മനസ്സിലാകുന്നതാ. നിന്റെ വീട്ടിനകത്ത് രാത്രി സമയത്ത് പാതിരാ സമയത്തിന്റെ നിശബ്ദതയിലോ എല്ലാവരും ഒന്ന് ഉറങ്ങട്ടെ. മോനെ, ഈ പറയുന്ന കാര്യം നീ ഒന്ന് ശ്രദ്ധിക്ക. നിന്റെ വീടിന്റെ ഉള്ളറയിൽ ലൈറ്റ് ഒക്കെ ഒന്ന് ഓഫാക്കി വെച്ചിട്ട് നിന്റെ റൂമിനകത്ത് നീ ഒന്ന് തനിച്ചിരിക്ക. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാ ഒന്ന് എണീറ്റിരിക്കടാ. എന്നിട്ട് നീ ഒന്ന് ചിന്തിച്ചു നോക്ക, ഇന്നത്തെ ദിവസം പടച്ചവനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, എന്തെല്ലാം ഹറാമുകൾ പറഞ്ഞിട്ടുണ്ടോ, എന്തെല്ലാം തെറ്റുകുറ്റങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ? നമ്മുടെ ഹൃദയം കൊണ്ടൊന്ന് നമ്മൾ ചിന്തിച്ചാ പടച്ചവനെ നമുക്ക് മനസ്സിലാകും എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താ. നമ്മുടെ ഹൃദയത്തിനകത്ത് കാണുന്ന മോശത്തരങ്ങളുണ്ടല്ലോ, പടച്ചവനെ എത്രത്തോളമാണെന്ന് അറിയുമല്ലോ. നമ്മളൊക്കെ നിസാരമാക്കി കാണുന്ന, മറ്റുള്ളവരെ കുറ്റം പറയുന്നതും മറ്റുള്ളവരെ ചീത്ത പറയുന്നതും ഇല്ലതും ഇല്ലാത്തതും പറയുമ്പോ നമ്മളൊക്കത് നിസാരമായിട്ടാ കാണുന്നത്. നമ്മളൊക്കത് നിസാരമായി
ഉപകാരമായിട്ടാ പറയാറുള്ളത്. പടച്ചവനെ വലിയ സംഭവമായിട്ട് അവൻ അങ്ങനെയാണ് അല്ലെങ്കിൽ ഇവളിങ്ങനെയാണ്, അവിടെ പ്രവർത്തനങ്ങളും നോട്ടങ്ങളും ശരിയല്ല, ഇതെല്ലാം പടച്ചവനെ വലിയ സംഭവമായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ പറയുമ്പോ, മോനെ അവള് ചെയ്യുന്നതിനേക്കാളും അവള് പറയുന്നതിനേക്കാളും വലിയ തെറ്റാടോ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ തെറ്റ് പടച്ചു തമ്പുരാൻ പോലും മറക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അവൻ അവിടുന്ന് പടച്ചു തമ്പുരാനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചോദിച്ചോ, അല്ലാഹു തആല പുറത്തു കൊടുക്കുമല്ലോ. അല്ലാഹു തആല പുറത്തു കൊടുത്ത് പാപരഹിതനായി സുരക്ഷിതമായി കിടക്കുന്ന ഒരാൾ, അവനെ കുറിച്ചിട്ട് നീ ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പുറത്തു തരൂലടാ. അവൾക്ക് പുറത്തു കൊടുത്താലും അവനിക്ക് പുറത്തു കൊടുത്താലും പടച്ചവൻ നിനക്ക് പുറത്തു തരാത്തതായിരിക്കാം. പടച്ചവനെ ഖബറിൽ വെച്ചിട്ട് വ്യഭിചരിച്ചവൻ അല്ലാഹു തആല പുറത്തു കൊടുത്തു. കഫംപുട മോഷ്ടിച്ചവന് ഖബർ മാന്തി കഫംപുട മോഷ്ടിച്ചവൻ അല്ലാഹു തആല പുറത്തു കൊടുത്തു. മോനെ 100 ആളെ കൊന്നവരും അല്ലാഹു തആല പുറത്തു കൊടുത്തു. എന്നാ പുറത്തു തരാത്തവരാരെന്നറിയോ? പുന്നാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരാ മറ്റുള്ളവരെ കുറിച്ച് ഗീബത്ത് പറയുന്നത്, ആരാ മറ്റുള്ളവരെ കുറിച്ച് നമീമത്ത് പറയുന്നത്, അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല പുറത്തു കൊടുക്കാത്ത തെറ്റതാ മറ്റുള്ളവരെ കുറിച്ച് ഗീബത്തും നമീമത്തും പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പ്രിയമുള്ളവരെ പുറത്തു കൊടുക്കില്ല. അല്ലാഹു നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് വിജയിക്കണമെന്നൊക്കെ നമുക്ക് വല്ലാത്ത ആഗ്രഹമാണ്. നല്ലത് കാണണം പറയണം എന്നൊക്കെ നമുക്ക് വല്ലാത്ത ആഗ്രഹമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളില്ല എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ എവിടെയും നമുക്ക് വിജയിക്കാൻ കഴിയില്ല. ജീവിതം അങ്ങനെ പരാജയപ്പെട്ടു പോകും. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തിരിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുപോലെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്, നമ്മളൊരു ഹറാമ് ചെയ്തു അല്ലെങ്കിൽ ഹറാമ് കണ്ടു. സിനിമക്ക് പോയി ചില ആളുകളുടെയൊക്കെ സ്റ്റോറിയും സ്റ്റാറ്റസും എടുത്തു നോക്കിയാൽ പടച്ചവനെ നമുക്കത് കാണാൻ കഴിയും. അവര് സിനിമ കാണാൻ പോയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹറാമുകൾ ചെയ്താൽ ആ ഹറാമ് എടുത്ത് സ്റ്റോറിയും സ്റ്റാറ്റസും ഇടുന്ന ചില ആളുകൾ, അല്ലാഹു തആല നീ ചെയ്ത ഹറാമ് നിന്നിൽ നിന്ന് ആരും അറിയാതെ മറച്ചു വെക്കാൻ കരുതിയതായിരിക്കും. പക്ഷേ നീ തന്നെ അത് പരസ്യമാക്കുന്നു. നിന്നെ അല്ലാഹുവിന്റെ ആ തെറ്റ് ചെയ്യുന്നതിനേക്കാളും വലിയ ദേശമാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റ് ചെയ്യുന്നു എന്നതിലല്ല, ആ തെറ്റിനെ സ്വന്തം പരസ്യമാക്കുന്നതും പടച്ച റബ്ബിന് വലിയ ദേഷ്യമാണ്, അവരോട് വല്ലാത്ത വെറുപ്പാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ തെറ്റ് ചെയ്തു ഓക്കെ, എന്നാൽ ആ തെറ്റിനെ സമൂഹത്തിന്റെ മുമ്പിൽ നമ്മളായിട്ട് പരസ്യപ്പെടുത്തരുത്. ചില ചെറുപ്പക്കാരുടെയൊക്കെ സ്റ്റാറ്റസ് കാണാറുണ്ട്, സ്റ്റോറികളൊക്കെ കാണാറുണ്ട്. അല്ലാഹു ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ജീവിതം വളരെ ശുദ്ധമാക്കാനാണ് ഞാനും നിങ്ങൾ ശ്രമിക്കേണ്ടത്. അല്ലാഹുവിന്റെ ദുനിയാവെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അല്ലാഹുവിന്റെ ദുനിയാവെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ, ഈ സുഖവും ആഡംബരമൊക്കെ ഈ ദുനിയാവിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ വിട പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്തു കൂട്ടിയത് മാത്രമാണ്. ഇതൊരു പരീക്ഷാ സെന്ററാ. ഇതിന്റെ റിസൾട്ട് വരുന്നത് എപ്പോഴാ? നമ്മൾ മരിച്ചാറുടെ മണ്ണിലേക്ക് എത്തിയാല. ആ മരണ സമയത്തോടു കൂടെ എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ ചെയ്ത ഓരോ കാര്യങ്ങളുടെ റിസൾട്ട് നമുക്ക് ഇങ്ങനെ ബോധ്യപ്പെടും. നമുക്ക് നല്ല മരണം കിട്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ, അല്ലാഹുവേ പടച്ചവനെ റബ്ബിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചിട്ട് മരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകളായ ആളുകളെ നമുക്ക് മുമ്പിലേക്ക് എന്റെ പ്രിയമുള്ളവരെ റഹ്മത്തിന്റെ മലക്കുകളെ കാണിച്ചെന്ന് പുഞ്ചിരിച്ച് നമുക്ക് മരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, നമ്മളാണ് ഏറ്റവും വലിയ നന്മയുള്ളവരെന്ന് അതാ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതാ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അന്നിഅമതു തഹ്താജു ഇല ശുക്രി. റബ്ബിന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുണ്ടല്ലോ,
ആ പടച്ച തമ്പുരാൻ തരുന്ന അനുഗ്രഹങ്ങളിലേക്ക് അതാ വിജയികളുടെ കൂട്ടത്തിൽ പെട്ടവരെ കുറിച്ചാ പറയുന്നത്. ആ അനുഗ്രഹങ്ങൾ മുഴുവനും അല്ലാഹു തആല നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ അതാ അതിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യം എന്തെന്നറിയോ? അത് ശുക്ർ ചെയ്യലാണ്. വൽ ബലാഉ യഹ്താജു ഇലസ്സബ്രി. അതാ പ്രവാചകൻ അവിടുന്ന് വീണ്ടും പറയുകയാണ്, അല്ലാഹു തആല ഒരു മനുഷ്യന് വല്ലാത്ത ഇടങ്ങേറ് കൊടുത്ത, പ്രയാസങ്ങൾ കൊടുത്ത, അതിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യം എന്തെന്നറിയോ? ക്ഷമയാണ് സ്വഹാബ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതാ അവിടുന്ന് പറയുകയാണ്, ഒരാൾ തെറ്റു ചെയ്താൽ ആ തെറ്റിന് വേണ്ടത് ഇലൽ ഇസ്തിഗ്ഫാർ. വദ്ദംബു യഹ്താജു ഇലൽ ഇസ്തിഗ്ഫാർ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാൾ തെറ്റ് ചെയ്തു, വലിയ തെറ്റ് ചെയ്തു. ആ തെറ്റ് ചെയ്താൽ അതിലേക്ക് വേണ്ട കാര്യം എന്താ? ഇസ്തിഗ്ഫാർ ചെല്ലലാണ്, അവിടുന്ന് തൗബ ചെയ്യലാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഫമൻ ശകറ വസ്വബറ വസ്തഗ്ഫറ. ഇനി ഒരാൾ അവിടുന്ന് തെറ്റുകളിൽ അവൻ ക്ഷമിച്ച് അവൻ ഇസ്തിഗ്ഫാർ നടത്തി, അവനിക്ക് വന്ന എല്ലാ പ്രയാസങ്ങളിലും പടച്ചവനെ അവൻ ക്ഷമിച്ചു നിന്നു. ഇങ്ങനെ ഒരാൾ ജീവിച്ചാൽ ഫഖദ് നാല സആദ, അവൻ ഇരുലോകത്തും വിജയിച്ചവനാണെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഇരുലോകവും അവിടുന്ന് വിജയിക്കാനാ പ്രവാചകൻ പഠിപ്പിച്ചു തന്നത്. എന്തേ ചെയ്യേണ്ടതെന്നറിയോ? നമ്മുടെ ദുനിയാവും ആഖിറവും അവിടുന്ന് വിജയിക്കാൻ അതാ അവിടുന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല തന്നല്ലോ. ആ അനുഗ്രഹങ്ങളിൽ പടച്ച തമ്പുരാൻ അവിടുന്ന് ശുക്ർ ചെയ്യണേ. നമുക്ക് അല്ലാഹു തആല വേദന തന്ന, രോഗങ്ങൾ തന്ന, പ്രയാസങ്ങൾ തന്ന, സങ്കടങ്ങൾ തന്ന പടച്ചവനെ അവിടുന്ന് നന്ദി ചെയ്യണേ, അവിടുന്ന് ക്ഷമിക്കണേ. ഇനി ജീവിതത്തിൽ വന്ന തെറ്റുകളുണ്ടല്ലോ, കണ്ണുകൊണ്ട് കണ്ടത്, ഹൃദയം കൊണ്ട് ചിന്തിച്ചത്, പടച്ചവനെ പറഞ്ഞു കൂട്ടിയതായ കാര്യങ്ങള് എല്ലാം ജീവിതത്തിലെ തെറ്റുകൾ, ഹറാമുകൾ കടന്നു വന്ന അവിടുന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലണേ. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞാലോ, അവിടുന്ന് ക്ഷമിച്ചാലോ, അല്ലാഹുവിന്റെ മുമ്പിൽ പ്രയാസങ്ങൾക്ക് മുമ്പിൽ ക്ഷമിച്ചുകൊണ്ട് മുന്നേറിയവനാണോ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നീയാണ് ഇരുലോകത്തും വിജയിച്ചവന്, നീയാണ് ഇരുലോകത്തും വിജയിച്ചവനെന്നോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇരുലോകവും വിജയിച്ച ഒരു മനുഷ്യനെ കുറിച്ചിട്ട് അവന്റെ സ്വഭാവം അല്ലാഹു തആല കൊടുത്ത അനുഗ്രഹങ്ങളിൽ അവൻ ശുക്ർ ചെയ്തുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾ കൊടുത്താൽ ആ പ്രയാസത്തിൽ അവൻ ക്ഷമിക്കും. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവന്റെ ജീവിതത്തിൽ തെറ്റുകൾ വന്നാൽ ആ തെറ്റിന്റെ പേരിൽ അവൻ അല്ലാഹുവെ ഇസ്തിഗ്ഫാർ നടത്തും, തൗബ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ ഒരാൾ ചെയ്താൽ അവന്റെ ഇരുലോകം വിജയിച്ചു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ നിങ്ങൾക്ക്? നമുക്ക് സന്തോഷങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ അല്ലാഹനെ മറക്കും. നമ്മുടെ പ്രശ്നത അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു, നമ്മൾ അല്ലാഹനെ മറക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ തന്നു, നമ്മൾ അല്ലാഹനെ മറക്കും. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾ തന്നു, നമുക്ക് അനുഗ്രഹങ്ങൾ തന്നു. എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ അതിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. സങ്കടം തന്നാ പറയും, അല്ലാഹ് എനിക്ക് മാത്രമല്ലേ സങ്കടം തന്നിട്ടുള്ളൂ, ഞാൻ എന്തൊക്കെ അല്ലാഹുവിന് ചെയ്തു, ഞാൻ എല്ലാ നന്മകളും ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ എല്ലാം നല്ലവനാണല്ലോ. ഇത് നമ്മൾ സ്വയം ഇങ്ങനെ നല്ലവനാക്കിയിട്ട് നമ്മളിങ്ങനെ പുകഴ്ത്തി പറയും, അല്ലേ? ഇതാ നമ്മുടെയൊക്കെ അവസ്ഥ. അള്ളാഹിന്റെ പ്രവാചകൻ പറയാ, നന്മയുണ്ടെങ്കിൽ അല്ലാഹു തആല തന്ന അനുഗ്രഹങ്ങളിൽ ശുക്ർ ചെയ്യുന്നവനാകണം നമ്മൾ, പ്രയാസങ്ങളിൽ സ്വബർ കാണിക്കുന്നവനാകണം നമ്മൾ, തെറ്റിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവനായിരിക്കണം നമ്മൾ, തൗബ ചെയ്യുന്നവനായിരിക്കണം. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എത്ര വലിയ ഹറാമ് പറഞ്ഞാലും ചെയ്താലും കേട്ടാലും എന്റെ പ്രിയമുള്ളവരെ, ഒരു ഇസ്തിഗ്ഫാർ പറയാൻ നമ്മൾ മറക്കരുത്.
രണ്ടാളുകൾ നിന്നിട്ട് നമ്മളിങ്ങനെ സംസാരിക്കാം. പറഞ്ഞപ്പോ ആരുടെയൊക്കെയോ കൂട്ടങ്ങളും മറ്റുമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ആ രണ്ട് കാര്യങ്ങൾ അള്ളാഹുവെ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതൊന്നും പടച്ച റബ്ബ് പൊരുത്തപ്പെടണം. അള്ളാഹു തആല അത് പുറത്തു തരണം അല്ലേ? നമുക്കതാണല്ലോ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് എന്റെ പ്രിയമുള്ളവർ ഇസ്തിഗ്ഫാർ പറയണം. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വേണം എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ സംസാരം നമ്മൾ നിർത്താൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞു എന്ത് കൂട്ടിയെന്ന് നമുക്കറിയില്ല. അള്ളാഹു തആല നമ്മൾ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹിന്റെ ദീന് എവിടെ നിന്ന് കണ്ടാലും അത് കോരിയെടുത്തോളൂ. അള്ളാഹിന്റെ ദീന് എവിടെ നിന്ന് കണ്ടാലും അത് കോരിയെടുത്തോളൂ. നമ്മൾ ആരും പരാജയപ്പെടില്ല. എന്റെ പ്രിയമുള്ളവർ, അതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് എന്റെ പ്രിയമുള്ളവർ നമുക്ക് മുമ്പിൽ ഒരുപാടുണ്ട് അല്ലെ? ഇതുപോലത്തെ ഒരുപാട് സംവിധാനങ്ങൾ അള്ളാഹു തആല നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട്. ഈ സംവിധാനങ്ങളിലൊക്കെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ എല്ലാവരും അടിയുറച്ച് നിൽക്കണം. അള്ളാഹു തആല നമുക്ക് അതിന് തൗഫീഖ് തരട്ടെ. എല്ലാവരും ദുആ ചെയ്യുക, പരസ്പരം എല്ലാവരും ദുആ ചെയ്യുക. അള്ളാഹു തആല നന്മയുള്ളവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹ് ഒരുപാട് ദിവസങ്ങളായി നമ്മൾ ഓരോ ദിവസങ്ങളിൽ നമ്മൾ ഈ വെക്കുന്ന ക്ലാസ് അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല എല്ലാവരുടെയും വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ അള്ളാഹു തആല തീർത്തു തരട്ടെ. അള്ളാഹു തആല വീട് പണി പൂർത്തിയാകാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഭർത്താവിന്റെ ഖബർ ജീവിത റാഹത്തിലാകാൻ, മക്കളുടെ ജോലിക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. മക്കളുടെ പഠനത്തിൽ, ജോലിയിൽ, എല്ലാ കാര്യത്തിലും അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കട്ടെ. ആ പ്രിയപ്പെട്ട സഹോദരിക്ക് അല്ലാഹു സമാധാനം കൊടുക്കട്ടെ. അതുപോലെ തന്നെ വീട് പണി പൂർത്തിയാകാൻ, അതുപോലെ തന്നെ മക്കളെ കെട്ടിക്കാൻ, അതുപോലെ തന്നെ അലർജിയുള്ള ആളുകളൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദേ, എൻ്റെ ഭർത്താവ് മറ്റൊരാളുമായിട്ട്, മറ്റു സ്ത്രീയുമായിട്ട് ബന്ധത്തിലാണ്, സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, വല്ലാത്ത വിഷമത്തിലാണ്, ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ക്ലാസ് കേൾക്കുന്ന വാപ്പമാര്, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒരു പെണ്ണ് എന്തും സഹിക്കും അല്ലെ? ഒരു പെണ്ണ് ഭർത്താവ് ചീത്ത പറഞ്ഞു, ഭർത്താവ് നടിച്ചു, സഹിക്കും. പക്ഷെ മറ്റൊരുത്തയുടെ കൂടെ മറ്റൊരു പെണ്ണിനോട് സംസാരിക്കുന്ന, മോശപ്പെട്ട രൂപത്തിൽ പെരുമാറുന്നത്, ഹറാമായ രൂപത്തിൽ അവിടുന്ന് സംസാരിക്കുന്നത് മാത്രം ഒരു പെണ്ണ് സഹിക്കില്ല. ബാക്കി എന്ത് വിഷമം ഒരു പെണ്ണ് സഹിച്ചാലും എന്റെ പ്രിയമുള്ളവരത് സഹിക്കാൻ ഒരു പെണ്ണിനെ കൊണ്ടും കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വാപ്പമാർ, അങ്ങനത്തെ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ കേട്ടപ്പോ, സങ്കടങ്ങൾ പറയുന്നതൊക്കെ ഒരുപാട് ആളുകൾ കേട്ടപ്പോ, അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവേ പടച്ചവനെ, എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ആലോചിച്ചു പോയി. അള്ളാഹിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു കാലഘട്ടം കടന്നു വരാതെ ലാ തഖൂമുസ് സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് എത്ര മനോഹരമാണ്, എത്ര വലിയ ദീർഘനിഷ്ഠയാണ്. അല്ലാഹു തആല ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ വരുന്നവരിൽ അല്ലാഹു തആല നമ്മെ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ. അല്ലാഹു നമ്മുടെ നല്ല ചിന്തയും നല്ല ബോധവും നല്ല മനസ്സും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും 3 സ്വലാത്ത് ചൊല്ലു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.